ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ജിയോമെട്രിയിലെ സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ബേസിക് സർക്കിളിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഇപ്പോ ഞാൻ ഇതില് ഫിഗർ വരച്ചിട്ടുണ്ട്. സർക്കിള് ഇതാണ് ഒരു സർക്കിൾ. സർക്കിളിന്റെ സെന്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കംഫറൻസിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെ. റേഡിയസ് ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ സർക്കിളിന്റെ സെന്റർ ടു സർക്കംഫറൻസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്, സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഹിയർ സിയും ഡിയും, ആ രണ്ട് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ കോഡ് എന്ന് പറയുന്നു. കോഡ്. എന്നാൽ ഈ കോഡ് സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയും. അപ്പോൾ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്, ഒരു സർക്കംഫറൻസ് ഉണ്ട്. സർക്കിളിന്റെ സെന്റർ മുതൽ സർക്കംഫറൻസ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ലെങ്തിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു, ആ ലൈനിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. സോ പിന്നെ പറഞ്ഞ എന്താണ്, സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്, സർക്കംഫറൻസിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ കോഡ് എന്ന് പറയുന്നു. കോഡ്. ഇപ്പൊ ഈ ഫിഗറിൽ സി ഡി എന്ന് പറയുന്നത് കോഡാണ്. സി ഡി എന്ന് പറയുന്നത് കോഡാണ്. അടുത്ത പറഞ്ഞ എന്താണ്, ഒരു സർക്കിളിന്റെ ഒരു കോഡ്, ആ കോഡ് സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ പി ക്യു എന്ന് പറയുന്നത്, അതിന് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നു. ഡയമീറ്റർ എന്ന് പറയുന്നു. ഇനി അപ്പോ നമുക്കൊരു കാര്യം പറയാം, സർക്കിളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും. ലോങ്സ്റ്റ് കോഡ് പിന്നെ സർക്കിൾ എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്റർ നമുക്കറിയാം, ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഇരട്ടിയാണ്. രണ്ട് റേഡിയസ് ചേരുമ്പോഴാണ് ഒരു ഡയമീറ്റർ ആവുന്നത് അല്ലെ. സർക്കിളിന്റെ സെന്റർ ഓയിൽ നിന്ന് ക്യൂ വരെ ഉള്ളത് റേഡിയസ് ആണ്, ഓയിൽ നിന്ന് പി വരെയുള്ള റേഡിയസ് ആണ്. സോ രണ്ട് റേഡിയസ് ചേരുമ്പോൾ പി ക്യൂ എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കുമ്പോൾ ഈ സർക്കിളിനെ ഈ സി ഡി എന്ന് പറയുന്ന കോഡ്, ഞാൻ പറഞ്ഞു കോഡാണ് സി ഡി, രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത ലൈനാണ് കോഡ്. ഈ സി ഡി എന്ന് പറയുന്ന കോഡ് ഈ സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. എങ്ങനെ? സി ഇങ്ങനെ ഒരു പോർഷനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പോർഷനും. അപ്പൊ ഇതിലെ ചെറിയ പോർഷന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു ആർക്കാണ് അല്ലെ. ചെറിയ പോർഷൻ നമുക്ക് മൈനർ ആർക്കെന്നും ഈ വലിയ പോർഷന് നമുക്ക് മേജർ ആർക്കെന്നും പറയാം. മേജർ ആർക്ക്. ഈ സർക്കംഫറൻസ് നോക്കുമ്പോൾ രണ്ട് ആർക്കാണ് ഈ കോഡ്. ഈ സർക്കിളിനെ രണ്ട് ആർക്കായിട്ട് ഡിവൈഡ്, ഈ സർക്കംഫറൻസിനെ രണ്ട് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ചെറുതിനെ മൈനർ ആർക്കെന്നും വലുതിനെ മേജർ ആർക്കെന്നും പറയാം. അതുപോലെ തന്നെ ഈ സർക്കിളിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സി ഡി എന്ന് പറയുന്ന കോഡ് അല്ലെ, ഒരു കോഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പോർഷനും ഒരു വലിയ പോർഷനും. അതിന് നമുക്ക് മൈനർ സെഗ്മെന്റ് എന്നും മേജർ സെഗ്മെന്റ് എന്നും പറയാം. മൈനർ സെഗ്മെന്റ്, ഇപ്പുറത്താണെങ്കിലോ മേജർ സെഗ്മെന്റ്. സോ ഒരു സെക്കൻഡ്. അപ്പോ ഈ സർക്കിളിന്റെ ഒരു കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് എപ്പോഴും ഒരു സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ സർക്കിളിന്റെ സർക്കംഫറൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സർക്കംഫറൻസ് പറയുമ്പോൾ ആർക്ക് ഷേപ്പ് വരുന്നതാണ് സർക്കംഫറൻസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആ ലൈൻ നോക്കിയാൽ മതി. ആ ആർക്കിനെ നമ്മൾ പറയുന്നത് മൈനർ ആർക്ക് എന്നും വലിയ പോർഷനും മേജർ ആർക്ക് എന്നും പറയും. ഓക്കെ, ഇനി ഏരിയ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം, ഒന്ന് മൈനർ സെഗ്മെന്റും മറ്റൊന്ന് മേജർ സെഗ്മെന്റും. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്കറിയാം, ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണെന്നും സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr എന്നും നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ ഏരിയ πr സ്ക്വയറും അതിന്റെ പെരിമീറ്റർ 2πr. ഓക്കെ, ഇനി അതുപോലെ തന്നെ സർക്കിളിൽ വരുന്ന വേറൊരു ലൈനാണ്, സർക്കിളിൽ വരയ്ക്കുന്ന ഒരു സർക്കിളുമായി ബന്ധപ്പെട്ട ഒരു ലൈനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ്
നമ്മൾ അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ടാൻജന്റ്? ഇതാണ് ഈ ഫിഗറിൽ ടി പി ക്യൂ എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ആണ്. ഓക്കെ, എന്താണ് ടാൻജന്റ്? സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരേ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനാണ് ടാൻജന്റ്. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരച്ചാൽ അതിനെ ടാൻജന്റ് എന്ന് പറയും. ടാൻജന്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ടാൻജന്റ് ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് കൂടെ ഈ ഫിഗറിൽ പാസ് ചെയ്ത് പോകുന്നു. ആ പി എന്ന പോയിന്റിലോട്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ, അല്ലെങ്കിൽ ആ പി എന്നുള്ള പോയിന്റിലോട്ടുള്ള റേഡിയസ്, സെന്ററിൽ നിന്ന് സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന റേഡിയസ് അല്ലേ. അപ്പോൾ ടാൻജന്റ് പി എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ടി ക്യൂ എന്ന് പറയുന്ന ടാൻജന്റ് പി എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ആ പി എന്ന പോയിന്റിലോട്ടൊരു റേഡിയസ് കൂടി വരച്ചു വെച്ചു. പി എന്ന പോയിന്റിലോട്ടൊരു റേഡിയസ് കൂടി വരച്ചാല് ആ റേഡിയസ്, ഈ ടാൻജന്റ്, ഇതിന്റെ ഇടയ്ക്കുണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അവിടെ ഒരു റൈറ്റ് ആംഗിൾ ഫോം ചെയ്യും. ഇങ്ങനെയെല്ലാം ഫോം ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഭയങ്കര ഈസിയാണ്. ഒരു നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ്. ഈസി എന്ന് വെച്ചാൽ പഠിക്കാൻ ഈസിയാണ്. അത് വെച്ച് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാലോ, ഒരു സർക്കിളിന് ഒരു സർക്കിളിന് സർക്കംഫറൻസ് ഉണ്ട്. ആ സർക്കംഫറൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിൽ കൂടെ ഒരു ലൈൻ പാസ് ചെയ്ത് പോയാൽ അത് ടാൻജന്റ് ആണ്. ആ ലൈനും സെന്ററിലോട്ട് വരയ്ക്കുന്ന റേഡിയസും, ആ പോയിന്റിൽ നിന്ന് സെന്ററിലോട്ട് വരയ്ക്കുന്ന റേഡിയസ്, അല്ലെങ്കിൽ ആ ടാൻജന്റിൽ നിന്ന് സെന്ററിലോട്ട് വരയ്ക്കുന്ന റേഡിയസ്, ലൈൻ, അത് റേഡിയസ് ആയിരിക്കുമല്ലോ, അത് 90 ഡിഗ്രി ഫോം ചെയ്യും. അത് വേറെ ഏതെങ്കിലും ഡിഗ്രിയാണ്, വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ, എനി ആംഗിൾ ഫോം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് എല്ലാം ഭയങ്കര പാടായനെ. അവിടെ 90 ഡിഗ്രി ഫോം ചെയ്യുമ്പോൾ അത് കാൽക്കുലേഷൻസ് എല്ലാം ഈസി ആവുന്നുണ്ട്. നിങ്ങൾ അത് വിട്ടേക്കും. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഇതാണ് ടാൻജന്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ഓക്കെ, അടുത്ത ഒരു ലൈനാണ് സീക്കന്റ്. നമ്മൾ ആദ്യം പറഞ്ഞത് ടാൻജന്റ്, രണ്ടാമത് പറയുന്നത് സീക്കന്റ്. ഈ ലൈൻ എച്ച് എ ബി എന്ന് പറയുന്ന ലൈനാണ് സീക്കന്റ്. സീക്കന്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ സീക്കന്റ് എന്താണെന്ന് മനസ്സിലാവും. എന്താണ് സീക്കന്റ്? സർക്കിളിന്റെ സർക്കംഫറൻസിലെ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് എന്ത്? സീക്കന്റ്. സർക്കിൾ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കിളിന്റെ സർക്കംഫറൻസിലെ 2 പോയിന്റ്, ഇവിടെ എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും, ഈ 2 പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനാണ് സീക്കന്റ്. ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ് ഓഫ് എ സർക്കംഫറൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സീക്കന്റ് ഇവിടെ ഈ ഫിഗർ വെച്ച് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഏതെങ്കിലും 2 പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ, അതിനെയാണ് സീക്കന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോഡ് എക്സ്റ്റെൻഡ് ചെയ്താലും സീക്കന്റ് ആവും. ഒരു കോഡ് എക്സ്റ്റെൻഡ് ചെയ്താലും സീക്കന്റ്, എ ബി എന്ന് പറയുന്ന കോഡാണ്, അതിനെ നമ്മൾ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അതൊരു സീക്കന്റ് ആയി മാറിക്കോളും. ഓക്കെ, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറയുന്നതാണ് ഈ രീതിയിൽ. ഓക്കെ, സോ ഇവിടെ ആദ്യം പറഞ്ഞത് ഇത്രയാണ്. ഒരു സർക്കിളിന് സെന്റർ ഉണ്ടായിരിക്കും, സർക്കിളിന് ഒരു സർക്കംഫറൻസ് ഉണ്ടായിരിക്കും. സർക്കംഫറൻസിന് നമ്മൾ പറയുന്നത് പെരിമീറ്റർ എന്നാണ്. ആ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 × π × r ആണ്. ഓക്കെ, ഈ സർക്കിളിൽ ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയ πr² ആണ്. ഇതിൽ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. പൈന്റെ വാല്യൂ എല്ലാവർക്കും അറിയാം, 22/7. ഓക്കെ, ഇനി ഒരു സർക്കിളില് 3 ലൈൻസ് ഞാൻ പറഞ്ഞു, ഒന്ന് കോഡ്, ഒന്ന് ടാൻജന്റ്, ഒന്ന് സീക്കന്റ്. സോ കോഡ് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏതെങ്കിലും സർക്കംഫറൻസിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് ചേർന്ന് വരയ്ക്കുന്ന ലൈനാണ് കോഡ്. ആ കോഡ് ഒരാൾക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അതിന് നമുക്ക് സീക്കന്റ് ആക്കി മാറ്റാൻ പറ്റും. ഈ കോഡ് എന്ന് പറയുന്നത് സർക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മേജർ സെഗ്മെന്റും മൈനർ സെഗ്മെന്റും. അതുപോലെ ഈ സർക്കംഫറൻസിന് 2 ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൈനർ ആർക്കും മേജർ ആർക്കും. ടാൻജന്റ് എന്ന് പറയുന്ന ലൈൻ എന്താണ്? സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനാണ് ടാൻജന്റ്. ആ ടാൻജന്റും ആ പോയിന്റിലോട്ടുള്ള റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി ഓക്കെ,
അപ്പൊ നമ്മൾ കോഡ് എന്ന് പറയുന്നത് പറഞ്ഞു, സി ഡി എന്ന് പറയുന്ന കോഡ്. നമ്മൾ ഈ ഫിഗർ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുന്നു, ബാലൻസ് എല്ലാം റിമൂവ് ചെയ്യുന്നു, കോഡ്. അപ്പൊ ഈ കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. സി ഡി എന്ന് പറയുന്ന കോഡ്, ഈ ഫിഗർ നോക്കിക്കോ, സി ഡി എന്ന് പറയുന്ന കോഡ്, ഒ എന്ന് പറയുന്നത് സെന്റർ ആണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ സെന്ററിൽ നിന്ന് ഈ കോഡിലോട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ലൈൻ വരച്ചു, ആ ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ആ ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അല്ലെങ്കിൽ കോഡിലോട്ട് സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാല് ആ പെർപെൻഡിക്കുലർ ഈ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? ഒരു കോഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ, ഇവിടെ നിന്ന് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കോഡിലോട്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ഒരു 90 ഡിഗ്രി ലൈൻ വരച്ചാല് ആ ലൈൻ കോഡിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. തിരിച്ചു പറയാം, ഒരു കോഡിന്റെ സെന്ററിൽ നിന്ന്, അല്ലെങ്കിൽ കോഡിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. കോഡിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് കോഡിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ലൈൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു സർക്കിളില് ഈ ഈ ഈ പോയിന്റ് ഞാൻ വരയ്ക്കും, ഈ ലെങ്തിന്, ഈ കോഡിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലോട്ടുള്ള ലെങ്തിനെ എല്ല് ഞാൻ വരയ്ക്കാന്ന് വെച്ചു, ലെങ്ത് എല്ല്. ഓക്കെ, ഇതൊരു ഇവിടെ പെർപെൻഡിക്കുലർ ആണ് പറഞ്ഞായിരുന്നു. ഇനി ഈ സർക്കിളിന്റെ ഏത് പോർഷനിലും എല്ല് ഡിസ്റ്റൻസ് മാറി ഒരു കോഡ് വരയ്ക്കുവാണെങ്കിൽ, ഈ സർക്കിളിന്റെ ഏത് പോയിന്റിലും എല്ല് ഡിസ്റ്റൻസ് മാറി അത് സെന്റർ ആക്കിക്കൊണ്ട് ഒരു കോഡ് വരയ്ക്കുവാണെങ്കിൽ, എല്ല് ഡിസ്റ്റൻസ് മാറി ഒരു കോഡ് വരയ്ക്കുവാണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു കോഡ് ഞാൻ വരയ്ക്കണം, എ ഡി. എന്താണ് പ്രത്യേകത? അത് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും എല്ല് ഡിസ്റ്റൻസ് മാറിയിട്ട് ഉള്ള ഒരു കോഡാണ്. ഓക്കെ, ആ കോഡിന്റെ ലെങ്തും ഈ കോഡിന്റെ ലെങ്തും സെയിം ആയിരിക്കും. അതായത് പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് ലെങ്ത് ഓഫ് കോഡ് will be equal if the distance from center to that code is equal. Length അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, codes will have equal length. എപ്പോ? if it is equidistant from center. Equidistant from center of circle. ഞാന് ഇത് കറക്റ്റ് സെന്റൻസ് ഇതായിരിക്കില്ല, ഞാൻ എന്റെ രീതിയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ കമന്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് രണ്ട് സൈഡിലോട്ട് വരയ്ക്കണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനി ഡയറക്ഷനിലോട്ട് ഒരു സെയിം ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ കോഡ് വരയ്ക്കുവാണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോ ഇവിടെ ഈ ഫിഗറിൽ തന്നെ നോക്കാം. ഇവിടെ പറഞ്ഞതില് ഇപ്പോ ലെങ്ത് എന്ന് പറഞ്ഞു, ഈ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു കോഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ വീണ്ടും ഒരു എൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു കോഡ് വരയ്ക്കുവാണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത്
എൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാനൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിന്റെ ലെങ്തും ഈ സി ഡി അല്ലെങ്കിൽ എ ബിയുടെ ലെങ്തും ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ ഇ എഫ് ഇ എഫ്. ഇനി വേറൊരു കാര്യം പറയാം. ഈ സി ഡി എന്ന് പറയുന്ന കോഡിൽ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. ഈ സി ഡി എന്ന് പറയുന്ന കോഡിന്റെ ലെങ്ത് എച്ച് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചോ. എച്ച് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചോ. ഞാൻ ഇവിടെ ഒരു കോഡ് വരയ്ക്കണം. എച്ച് ഡിസ്റ്റൻസിന്റെ ഒരു കോഡ് വരയ്ക്കണം. എച്ച് ഡിസ്റ്റൻസിന്റെ കോഡ്, എച്ച് ഡിസ്റ്റൻസ് ഉള്ള, എച്ച് ലെങ്ത് ഉള്ള ഒരു കോഡ്. ഈ കോഡിന്റെ ലെങ്ത് എച്ച് ആണെങ്കിൽ എച്ച് ലെങ്ത് ഉള്ള ഒരു കോഡ് ഞാൻ വരയ്ക്കണം. ആ കോഡിന്റെ പേര് ഞാൻ എച്ച് വൈ എന്നിടാണ്. എച്ച് വൈ. അതിന്റെ ലെങ്ത് എന്താണ്? എച്ച് ആണ്, സ്മോൾ എച്ച്. ഓക്കെ. ആ കോഡ് വിൽ ബി ഇക്വിഡിസ്റ്റന്റ് ഫ്രം സെന്റർ. അതായത് ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ഇവിടെ നോക്കാം. ഇപ്പൊ ഈ ഒരു കോഡിന്റെ ലെങ്ത്, ഈ കോഡ് എച്ച് വൈ എന്ന് പറയുന്ന ഒരു കോഡ്, ഇതിന്റെ ലെങ്ത് കെ ആണെന്ന് വെച്ചോ. ഇത് സെന്ററിൽ നിന്ന് ഇസഡ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഉള്ളതെന്ന് വെച്ചോ. ഇനി സെന്ററിൽ നിന്ന് ഇസഡ് ഡിസ്റ്റൻസ് മാറി എവിടെ കോഡ് വരച്ചാൽ ആ കോഡിന്റെ ലെങ്ത് കെ ആയിരിക്കും. ഇസഡ് ഡിസ്റ്റൻസ് മാറി എവിടെ കോഡ് വരച്ചാൽ ആ കോഡിന്റെ ലെങ്ത് കെ ആയിരിക്കും. ഇനി തിരിച്ചു പറയാം. ഈ ഒരു കോഡ് വരച്ച് എച്ച് വൈ എന്നുള്ള കോഡ്, ആ കോഡിന്റെ ലെങ്ത് കെ ആണ്. ആ കോഡ് എന്ന് പറയുന്നത് ഇസഡ് ഡിസ്റ്റൻസ് അവേ ഫ്രം സെന്റർ ആണ്. ഇനി ഈ സർക്കിളിനകത്ത് എവിടെ കെ ലെങ്ത് വരുന്ന കോഡ് വരച്ചാലും, ലെങ്ത് കെ വരുന്ന കോഡ് വരച്ചാലും അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ എന്ന് പറയുന്നത് ഇസഡ് തന്നെയായിരിക്കും. അതാണ് പറഞ്ഞത്. സോ ഒന്നുകൂടെ ഞാൻ അത് ഒന്നുകൂടെ പറയാം. ഒരു സർക്കിളിൽ ഒരു കോഡ്, ആ കോഡിന്റെ ലെങ്ത് കെ ആണ്. ആ കോഡ് സർക്കിളിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇസഡ് ആണെങ്കിൽ ഈ സർക്കിളിൽ എവിടെ കോഡ് വരച്ചാലും, എവിടെ കെ ലെങ്ത് ഉള്ള കോഡ് വരച്ചാലും അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കും. തിരിച്ചു പറയാം. എവിടെ ഇസഡ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു കോഡ് വരച്ചാലും, സെന്ററിൽ നിന്ന് ഇസഡ് ഡിസ്റ്റൻസ് മാറി ഒരു കോഡ് വരച്ചാലും അതിന്റെ ലെങ്ത് എന്തായിരിക്കും? കെ ആയിരിക്കും. സോ ഈ ഫിഗറിൽ ഒന്നുകൂടെ പറയാണ്. എച്ച് വൈ എന്നുള്ള കോഡ്, കോഡ് എച്ച് വൈ ആണ്. അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ ലെങ്ത് കെ ആണ്. അത് ഇസഡ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് സർക്കിൾ ഒ ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പുറത്തൊരു കോഡ് വരച്ചു. ആ കോഡിന്റെ ലെങ്തും കെ ആണ്. ആ കോഡിന്റെ ലെങ്തും കെ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് ഫ്രം സെന്റർ എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? ഇസഡ് ആയിരിക്കും അല്ലെ? ആ കോഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? സോറി, ആ കോഡ് എത്ര ഡിസ്റ്റൻസ് ഫ്രം ആയിരിക്കും? ഫ്രം സെന്റർ ആയിരിക്കും? ഇസഡ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഇസഡ് ഡിസ്റ്റൻസ് മാറി ഒരു കോഡ് വരയ്ക്കുകയാണ്. ആ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? അത് കെ ആയിരിക്കും. അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. ഇനി പറയാൻ പോകുന്ന പോയിന്റ് നോക്കിക്കൊള്ളേ. ഈ കോഡ്, ഓക്കെ, ഒരു കോഡ് സി ഡി എന്ന് പറയുന്ന കോഡ്, ഈ കോഡ് ഈ സർക്കിളിന്റെ സെന്ററിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാണെന്ന് വിചാരിച്ചോ. തീറ്റ. ഈ കോഡിന്റെ ലെങ്ത് എൽ ആണ്. ഓക്കെ. ഇനി എൽ ഡിസ്റ്റൻസ് അല്ലെ എൽ ലെങ്ത് ഉള്ള ഏത് കോഡും, ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. എൽ ലെങ്ത് ഉള്ള ഏത് കോഡും ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആംഗിൾ മെയ്ഡ് ബൈ എ കോഡ് ഓൺ
in the center. Angle made by a chord in the center will be same. Will be same. 1 second. Angle made by a chord in the center will be same. Angle made by a chord. Angle made by chords having same length will be same. Angle made എവിടെയാണ് മെയ്ഡ് ചെയ്യുന്നത്? അറ്റ് സെന്റർ. Made at center by a chord. Angle made at center by a chord. Angle made at center by chords will be same for all chords having same length. എന്റെ രീതിയിൽ പറഞ്ഞതാണ്. കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് ഇതായിരിക്കണമെന്നില്ല നമുക്ക്, പക്ഷെ അത് ഒരിക്കലും ചോദിക്കത്തില്ല. കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്തിനാണ്? അതായത് ഈ ഒരു കോഡ്, ഒരു അല്ലെങ്കിൽ 2 3 4 കോഡ്, ആ കോഡിന്റെ ലെങ്ത് സെയിം ആണെങ്കിൽ ഒരു സർക്കിളിനകത്തുള്ള ഒരു 5 കോഡ്, ആ 5 കോഡിന്റെ ലെങ്ത് സെയിം ആണെങ്കിൽ ഈ 5 കോഡും സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. ഒരു സർക്കിളിനകത്ത് 4 കോഡ് വരച്ചിട്ടുണ്ട്. ഈ 4 കോഡിന്റെയും ലെങ്ത് സെയിം ആണെങ്കിൽ ഈ 4 കോഡും സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആയിരിക്കും. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഇത് വേണമെങ്കിൽ തിരിച്ച് വേറെ രീതി പറയാം. ഇവിടെ സി ഡി എന്ന് പറയുന്ന കോഡ് പറഞ്ഞില്ലേ, അതുപോലെ സി ഡി എന്ന് പറയുന്ന ആർക്കും ആണല്ലോ. ഈ ആർക്കും ഈ സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആംഗിൾ ഈ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ മെയ്ഡ് at center by an arc will be same for all arc having same length. കോഡ് മാറ്റി ഞാൻ ആർക്ക് എഴുതി, അത്രേ ഉള്ളൂ. ഇതിലെ ഗ്രാമാറ്റിക്കൽ ഒന്നും നോക്കണ്ട, കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഒരു സർക്കിളിൽ ഒരു 5 ആർക്ക് വരയ്ക്കുന്നു. ഈ 5 ആർക്കും ഈ സർക്കിളിൽ 5 ആർക്ക് എടുക്കുകയാണ്. 5 ആർക്കിന്റെ ലെങ്ത് സെയിം ആണെങ്കിൽ ഈ 5 ആർക്കും സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെയിം ആയിരിക്കും. ഈ 5 ആർക്കും സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം, ഇപ്പൊ പറഞ്ഞ ഈ 2 കാര്യം, ഈ കോഡാണെങ്കിലും ആർക്കാണെങ്കിലും, ഇത് ജസ്റ്റ് തിയറി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആയിരിക്കില്ല ഇത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോഡ്, സി ഡി എന്ന് പറയുന്ന കോഡ്. ഈ കോഡ് ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2 തീറ്റ ആണെങ്കിൽ, ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2 തീറ്റ ആണെങ്കിൽ ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പാണ്. അത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസി ഉണ്ടാക്കുന്ന ആംഗിൾ അത് ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും, മാത്രമല്ല ഈക്വലും ആയിരിക്കും. അതായത് ഈ സർക്കംഫറൻസി ഉണ്ടാക്കുന്നത് 4-5 ആംഗിൾ 3 ആംഗിൾ ഞാൻ ഇവിടെ വരയ്ക്കാം, 3 ഫിഗർ. ഓക്കെ, സോ ഈ സി ഡി എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന ആർക്ക് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2 തീറ്റ ആണെങ്കിൽ അതിന്റെ സർക്കംഫറൻസി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. സർക്കംഫറൻസി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പൊ ഇവിടെ 2 പോയിന്റ് ആണ്. അതായത് ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു സൈഡില്, അതിന്റെ ഈ കോഡിന്റെ ഒരു സൈഡാണ്, അല്ലെ ഈ ആർക്കിന്റെ ഒരു സൈഡിലാണ്, അതായത് ഈ സൈഡിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഒരെണ്ണം ഇവിടെയും വരച്ചിട്ട് ഒരെണ്ണം താഴെയും വരയ്ക്കാൻ പറ്റത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു കോഡ് ഒരു സർക്കിളിന്റെ ഒരു സെയിം സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ആർക്ക് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസി ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സർക്കംഫറൻസ് ഒരേ സൈഡിലായിരിക്കണേ, അത്രേ ഉള്ളൂ. അത് മനസ്സിലുണ്ടായിരുന്നാൽ മതി. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്
അതേ കോഡ് അല്ലെങ്കിൽ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഇത് 2-3 കാര്യം ഇതിൽ പറയാൻ പറ്റും. ഇപ്പൊ നോക്കണേ, ക്ലിയർ. സോ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സി ഡി എന്ന് പറയുന്ന കോഡ് തന്നെ, സി ഡി എന്ന് പറയുന്ന കോഡ് അത് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിള് 30 ഡിഗ്രി ആണെന്ന് വെച്ചോ, 30 ഡിഗ്രി, സോറി 60 ഡിഗ്രി, 60 ഡിഗ്രി ആണെന്ന് വെച്ചോ, എങ്കിൽ അത് അതിന്റെ മുകളിലത്തെ സർക്കംഫറൻസ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അത് 60യുടെ പകുതി ആയിരിക്കും അല്ലെ? അതായത് 30 ഡിഗ്രി ആയിരിക്കും. 60യുടെ പകുതി ആയിരിക്കും, അതായത് 30 ഡിഗ്രി ആയിരിക്കും. അതായത് θ/2. ഓക്കെ, അല്ലെങ്കിൽ അതായത് ഇത് തീറ്റ ആണെങ്കിൽ അത് θ/2. എളുപ്പത്തിന് ഇത് 2θ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. ഇനി ഈ സി ഡി എന്ന് പറയുന്ന കോഡിന്റെ സൈഡിൽ അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന ആർക്ക്, ആ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നോക്കണേ, ഈ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ആയി, സിയും ഡിയും അതുപോലെ ഇവിടെ ഈ പോയിന്റ് എയും ബിയും എന്ന് ഞാൻ വരയ്ക്കണം. അപ്പൊ എ സി ബി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ആയി. അപ്പോ ഒരു ഈ ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടക്സും സർക്കിളിന്റെ അകത്താണ് അല്ലെ? 4 വെർട്ടക്സും സർക്കിളിന്റെ സർക്കംഫറൻസിലാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 150. എന്നാലേ 180 ആവുള്ളൂ. 150. അല്ലെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ ആയിരിക്കും. 180 മൈനസ് തീറ്റ, 180 മൈനസ് തീറ്റ. സോ നമുക്ക് ഇനി സി എ ഡി ഇല്ലാണ്ട് വേണമെങ്കിൽ ഇത് പറയാം. സി എ ഡി വേണ്ട. നോക്കണേ, സോ ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു സർക്കിളിന്റെ സർക്കിളിന്റെ സെന്റർ O ആണ്, കോഡ് സി ഡി ആണ്. കോഡ് സി ഡി എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന ആർക്കിള് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ 2θ ആണെങ്കിൽ അതേ ആർക്ക് ആ ആർക്കിനകത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആർക്കിന്റെ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് തീറ്റ ആയിരിക്കും. 2θ ആണെങ്കിൽ താഴെ 180 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, സോ ഇതുകൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് ഇത് വരച്ചിട്ട് ഇത് കണ്ടുപിടിച്ചാലും മതി, പ്രോബ്ലം ഇല്ല. ഇത് അറിഞ്ഞിരുന്ന സ്പീഡിൽ ചെയ്യാം. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇനി ഇതൊരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റ എന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അല്ലെങ്കിൽ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള്, ഒരു സെക്കൻഡ്, ഒരു കോഡ് സർക്കിളിന്റെ സെന്റർ O ആണ്, ഒരു കോഡ് ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2θ ആണെങ്കിൽ സർക്കംഫറൻസി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഈ ഞാൻ കോഡിനെ ഞാൻ ഇങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അതായത് കോഡിനെ ഞാൻ ഇങ്ങോട്ട് മുകളിലോട്ട് സെന്ററിന്റെ സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇതിനെ ഞാൻ ഇങ്ങോട്ട് മുകളിലോട്ട് പൊക്കി 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 കൊണ്ടുവന്നിട്ട് ഈ കോഡ് എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ ആയിട്ട് മാറണം.
അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെമി സർക്കിൾ ആയിട്ട് വരയ്ക്കാം. ഈ ഡയമീറ്ററും അതിന്റെ മുകളിലുള്ള പോർഷനും ഇതൊരു സെമി സർക്കിൾ ആണ് അല്ലെ? ഇതൊരു സെമി സർക്കിൾ ആണ്. അപ്പോ ഈ സെമി സർക്കിളിന്റെ ആവുമ്പോ ഈ കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സി ഡി ഇവിടെ അല്ലെ? സി ഡി. സോ നമുക്ക് നോക്കാൻ നേരത്ത് മനസ്സിലാവും ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലെ? 180 ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. സെമി സർക്കിളിന്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സെമി സർക്കിളിന്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. സെമി സർക്കിളിന്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്കറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. സോ ആംഗിൾ മെയ്ഡ് ഇൻ എ സെമി സർക്കിൾ, ആംഗിൾ മെയ്ഡ് ഇൻസൈഡ് എ സെമി സർക്കിൾ വിൽ ബി 90 ഡിഗ്രി. 90 ഡിഗ്രി അതൊരു പ്രോപ്പർട്ടിയാണ്. ഇനി വീണ്ടും നമുക്ക് ഇതിനെ ചെറുതാക്കാം. ഇപ്പോ ഈ സർക്കിളിനെ ഞാൻ സെമി സർക്കിൾ ആക്കി. അതുപോലെ തന്നെ അടുത്ത് ഞാൻ എന്താക്കാൻ, സെമി സർക്കിളിന്റെ പകുതി ക്വാർട്ടർ സർക്കിൾ ആക്കാം. ഓക്കെ, നോക്കണം. ക്വാർട്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ക്വാർട്ടർ സർക്കിൾ അല്ലെ? ക്വാർട്ടർ സർക്കിളിലെ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. സോ ഈ ആംഗിള് എത്രയായിരിക്കും? 270 ആയിരിക്കും. ടോട്ടൽ 360 അല്ലേ? അപ്പൊ 270 ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ആർക്ക്, ഈ വലിയ ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ മിഡിലിൽ ഫോം ചെയ്ത ഈ 270യുടെ പകുതി ആയിരിക്കും അല്ലെ? അതായത് 135 ഡിഗ്രി ആയിരിക്കും. 135 ഡിഗ്രി. അത് നിങ്ങൾ അങ്ങ് കാണാതെ പഠിച്ചാൽ മതി. അതായത് രണ്ട് കാര്യമാണ്. ഒന്നാമത്തത്, ഒരു സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു ക്വാർട്ടർ സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 135 ഡിഗ്രി ആയിരിക്കും. ഒരു സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഒരു ക്വാർട്ടർ സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. 135 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ആദ്യത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ബാലൻസ് അടുത്ത വീഡിയോയിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.